Good morning, students. Today we are going to study class 4 GS, the remaining part of chapter 2. Okay. In the previous class we are already discussed about we get food from both plants and animals. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആനിമൽസിനും ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ് അല്ലേ? What are the different types of food that we get from plants? നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്? Rice, wheat. Okay, these rice, wheat are called food grains. Okay, അതായത് റൈസ്, വീറ്റ് ഇതെല്ലാം എന്താണ്? ഫുഡ് ഗ്രെയിൻസ് ആണ്. These food grains are also called cereals. Okay, rice, wheat, barley, maize and oats are known as food grains. They are also called cereals. They are rich in carbohydrates. Okay, and next we get pulses. Pulses എന്ന് പറഞ്ഞാൽ എന്താണ്? പയറ് വർഗ്ഗങ്ങൾ അല്ലേ? ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? We get pulses from plants. The pulses such as dal, lentil, soybean, peas we get from plants. They provide proteins and vitamins. Okay, proteins and vitamins മാത്രമല്ല മിനറൽസും നമുക്ക് ഈ പൾസസിൽ നിന്നാണ് കിട്ടുന്നത്. Okay, we get fruits and vegetables from plants. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കൂടുതലും കിട്ടുന്നത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ്. നെക്സ്റ്റ് ഓയിൽ. ഓയിൽ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ, പീനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. And coconut oil and olive oil are used for the preparation of soap. Soap the preparation യൂസ് ചെയ്യുന്ന ഓയിൽസ് ആണ് കോക്കനട്ട് ഓയിലും പിന്നെ ഒലിവ് ഓയിലും. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇവിടം വരെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് we get spices and beverages from plants. അതായത് നമുക്ക് സ്പൈസസും ബിവറേജസും പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? സ്പൈസസ് എന്ന് പറഞ്ഞാൽ we are used spices for flavoring the food. ഫുഡ് ഫ്ലേവർ ചെയ്യാനായിട്ടാണ് നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് സ്പൈസസ്. മലയാളത്തിൽ നമ്മൾ സുഗന്ധദ്രവ്യ വസ്തുക്കൾ എന്ന് പറയും അല്ലേ? ഏതൊക്കെയാണ് സ്പൈസസ്? ക്ലോസ്, സിനമൺ, കാർഡമം, pepper. These are known as spices. Okay, spices are cloves. Cloves എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമ്പു, സിനമൺ, കറുവപ്പട്ട, കാർഡമം. കാർഡമം എന്ന് പറഞ്ഞാൽ ഏലക്ക. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫ്ലേവറിങ് ദ ഫുഡ്. ഫുഡ് ഫ്ലേവർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പെപ്പർ, കുരുമുളക്, ഇതെല്ലാം നമുക്ക് സ്പൈസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ദീസ് ആർ യൂസ്ഡ് ഫോർ ഫ്ലേവറിങ് ദ ഫുഡ്. ആൻഡ് മോസ്റ്റ് ബിവറേജസ് സച്ച് ആസ് കോഫി ആൻഡ് ടീ ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. ബിവറേജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? കോഫി, ടീ, ഇതെല്ലാം ബിവറേജസിലാണ് വരുന്നത്. സോ we obtain beverages from plants. Okay, can you see this? These are beverages. And right, true or false? Fruits and vegetables are rich in fiber. നമ്മൾ പഠിച്ചതാണ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിനും വൈറ്റമിൻസ് കൂടാതെ ധാരാളം ഫൈബേഴ്സും ഉണ്ടെന്ന്. സോ ഇറ്റ് ഈസ് ട്രൂ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോട്ടൺ സീഡ് ഓയിൽ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. അതായത് കോട്ടൺ സീഡ് ഓയിൽ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടോ? നോ, വി യൂസ്ഡ് കോക്കനട്ട് ഓയിൽ. ഓക്കെ, കോക്കനട്ട് ഓയിൽ ആൻഡ് peanut oil, sunflower oil, these oils are used for cooking. And cotton seed oil is used for the preparation of soap.
Okay. So second one is false. Cotton seed oil കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നില്ല. Next is medicines. Some herbs such as തുളസി, മിൻറ്റ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. അതായത് നമുക്കറിയാം ചില ഹെർബ്സ് ആയ തുളസി, മിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിന. ഇതിനെല്ലാം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ പ്ലാന്റ്സ് ഓഫ് നീം ട്രീ ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് എ നീം ട്രീ ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. അതായത് നീം ട്രീ നിങ്ങൾ കണ്ടിട്ടില്ലേ? നീം ട്രീയുടെ എല്ലാ പാർട്സിനും എന്തുണ്ട്? മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ബാർക്ക് ഓഫ് സിൻജോണ ട്രീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ക്യുനൈൻ. അതായത് സിൻജോണ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന, അതിൻ്റെ ബാർക്കിൽ നിന്ന് കിട്ടുന്ന ക്യുനൈൻ എന്ന് പറയുന്ന മെഡിസിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വിച്ച് ഈസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ഇൻ ക്യൂറിങ് മലേറിയ. മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിനാണ് ഈ ക്യുനൈൻ ഉപയോഗിക്കുന്നത്. ആ ക്യുനൈൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ദ ബാർക്ക് ഓഫ് സിൻജോണ ട്രീ. ഓക്കെ. ടെർമറിക് ആൻഡ് ഗാർലിക് ആർ ഓൾസോ യൂസ്ഡ് ടു മേക്ക് മെഡിസിൻസ്. അതായത് ടെർമറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞൾ, ഗാർലിക്, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഓയിൽസ് ഫ്രം യൂക്കാലിപ്റ്റസ് ആൻഡ് നീം ട്രീസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. അതായത് യൂക്കാലിപ്റ്റസ് ട്രീ അതുപോലെ നീം ട്രീ ഇതിൻ്റെ ഓയിലിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഫോഡർ. ഫോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? You would have seen cattle grazing. Okay, can you see this? Cattle and farm animals eat grass and hay, and the food of these animals is known as fodder. അതായത് cattle and farm animals eat grass and hay. The food of these animals is known as fodder. ഫോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാം ആനിമൽസ് കഴിക്കുന്ന ഗ്രാസിനും ഹേയ്ക്കും ഒക്കെ പറയുന്ന പേരാണ് ഫോഡർ. ഓക്കെ. ദ ഫുഡ് ഓഫ് ദ ഫാം ആനിമൽസ് ആർ കോൾഡ് ഫോഡർ. ഓക്കെ. ദ ക്യാറ്റിൽ ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദ ക്യാറ്റിൽ ആൻഡ് ഫാം ആനിമൽസ് ഈറ്റ് ഗ്രാസ് ആൻഡ് ഹേ, ആൻഡ് ദ ഫുഡ് ഓഫ് ദീസ് ആനിമൽസ് ഈസ് നോൺ ആസ് ഫോഡർ. Not only these animals but all the plant eating animals such as horse, deer, buffalo, elephant and so on also depend on plants for their food. അതായത് ഈ കാറ്റിൽ ഫാം ആനിമൽസ് മാത്രമല്ല, അതുകൂടാതെ ഹോഴ്സ്, ഡീർ, ബഫല്ലോ, എലിഫൻറ്റ് ഇതെല്ലാം എങ്ങനെയുള്ള ആനിമൽസാണ്? ഇതെല്ലാം പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസാണ്. ഓക്കെ. സോ ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. നെക്സ്റ്റ് ഈസ് ഫൈബർ. നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഫൈബർ കിട്ടുന്നുണ്ട്. ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നൂലുകൾ അല്ലേ? The clothes are made from cotton and jute plants. The jute fiber is also used to make ropes. അതായത് ക്ലോത്ത്സ്, നമ്മൾ ഇടുന്ന ഡ്രസ്സ്, അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ഇപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ കോട്ടൺ ഫൈബർ വെച്ചായിരിക്കും നിർമ്മിക്കുന്നത്. അതുപോലെ ജൂട്ട് പ്ലാന്റ്സിന് നമ്മൾ ജൂട്ടിൻ്റെ ഡ്രസ്സുണ്ട്, ജൂട്ട് ബാഗുണ്ട് അല്ലേ? അപ്പോൾ ഈ ഫൈബർ എവിടെ നിന്നാണ്? കോട്ടണും ജൂട്ടും ഫൈബറും ഒക്കെ കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. ദ ജൂട്ട് ഫൈബർ ഈസ് ഓൾസോ യൂസ്ഡ് ടു മേക്ക് റോപ്സ് ഉണ്ടാക്കാനായിട്ട് ജൂട്ട് ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഫുഡ് മാത്രമല്ല കിട്ടുന്നത്, മെഡിസിൻസ് നിർമ്മിക്കാനായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബർ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലോത്ത്സ് ആർ മെയ്ഡ് ഫ്രം cotton and jute fibers, and jute fiber is used to make ropes. Okay.
ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. ദ ബാർക്ക് ഓഫ് സിൻജോണ ട്രീ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്യുനൈൻ. ഓക്കെ, ക്യുനൈൻ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് സിൻജോണ ട്രീയുടെ ബാർക്കിൽ നിന്നാണ് ക്യുനൈൻ നിർമ്മിക്കുന്നത്. ആ ക്യുനൈൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യൂറിങ് മലേറിയ. മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിനാണ് ക്യുനൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോഡർ. ഫോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൽ ആൻഡ് ഫാം ആനിമൽസ് ഈറ്റ് ഗ്രാസ് ആൻഡ് ഹേ. The food of cattle and farm animals are called fodder. Okay, so this much for today. You study well. We will meet in the next class. Thank you.